തണ്ണിമത്തൻ എന്ന് മാത്രമല്ല, ചൂട് കൂടി വരുന്ന ഒരു സമയത്ത്, ഈ ചൂട് അധികരിക്കുന്ന ഈ സമയത്ത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെയും അതുവഴി പകരുന്ന രോഗമായ വൈറസ് രോഗത്തിൻ്റെയും സാന്നിധ്യം കൂടുതലാണ് പാവൽ പോലുള്ള കൃഷികളിലും മറ്റെല്ലാ പച്ചക്കറികളിലും. അപ്പോൾ തീർച്ചയായിട്ടും വേനൽ കൂടുന്ന സമയത്ത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ വർധനവ് വളരെ ഫാസ്റ്റായിരിക്കും. ആ വർധനവിൻ്റെ തോതിലനുസരിച്ച് തന്നെ വൈറസ് രോഗം പകരുന്ന സാധ്യതയും വളരെ കൂടുതലാണ്. മുൻപറഞ്ഞ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു മരുന്നും നോ വൈറസ് എന്ന് പറയുന്ന ആ ഒരു ഉൽപ്പന്നവും ഒരേ രീതിയിൽ ഈ എഫക്റ്റീവായിട്ട് ഈ വൈറസ് രോഗങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട്, ഒരിക്കലും വൈറസ് രോഗം വന്നാലേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയില്ല, നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് വളരെ ഫലപ്രദമാണ്. പെർഫെക്റ്റ് എന്ന മരുന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് 2 മില്ലി 1 ലിറ്റർ എന്ന് പറയുന്ന വെള്ളത്തിലാണ് ചെടികളിൽ സ്പ്രേ ചെയ്യാനായിട്ട് ശുപാർശ ചെയ്യുന്നത്. 16 ലിറ്ററിൻ്റെ ഒരു സ്പ്രേ ടാങ്കിലേക്ക് 1 ഗ്ലാസ് നല്ലവണ്ണം പുളിച്ച മോര് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാനാണ് ശുപാർശ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചെടികൾക്ക് ശൈശവ ദശ മുതൽ വേര് പിടിച്ച് 4 5 പരുവം വരുന്ന സമയം നമ്മൾ ആദ്യത്തെ സ്പ്രേ കൊടുക്കുക. ആദ്യത്തെ സ്പ്രേ കൊടുത്തിട്ട് 15 അല്ലെങ്കിൽ മാക്സിമം 20 ദിവസത്തെ ഗ്യാപ്പിൽ ഒരു 2 സ്പ്രേ കൂടി കൊടുക്കുക. അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. ഇനി നോ വൈറസ് എന്ന് പറയുന്ന മരുന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അനുപാതത്തിൽ ചേർക്കുക. അതിൻ്റെ കൂടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് വിപണിയിൽ കിട്ടുന്ന അസറ്റപ്രമൈഡ് അല്ലെങ്കിൽ ഇമിഡ പോലുള്ള ഏതെങ്കിലും ഒരു കീടനാശിനി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്.